ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തോടുള്ള പ്രതികരണമാണ്. യേശുവാകുന്ന ജീവൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ഈ അപ്പം വചനരൂപത്തിലും കൂദാശാരൂപത്തിലും നാം സ്വീകരിക്കണം. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിട്ടുള്ള ഈ പ്രഭാഷണത്തിലുടനീളം യേശുവിനെ ആധ്യാത്മികമായി ഉൾക്കൊള്ളണം എന്ന ആശയത്തിന് വിശുദ്ധ യോഹന്നാൻ പ്രാധാന്യം കൊടുക്കുന്നു. ക്രിസ്തുവുമായുള്ള ആത്മീയ ഐക്യത്തിൽ വളരാൻ സുവിശേഷകൻ ഏവരെയും ക്ഷണിക്കുന്നു. യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തവനുമായ ദൈവപുത്രനാണെന്ന സജീവ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മീയ ഐക്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ. ഈ ആത്മീയ ഐക്യത്തിൽ എത്താനുള്ള മാർഗം അവിടുത്തെ വചനം സ്വീകരിക്കുക, അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുക എന്നതുമാണ്. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവർ യേശുവിൽ വസിക്കും, യേശു അവരിലും വസിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ 3 ഫലങ്ങളാണ് നിത്യജീവൻ, അന്ത്യദിനത്തിലെ ഉത്ഥാനം, യേശുവും വിശ്വാസികളും തമ്മിലുള്ള പരസ്പര സഹവാസം അല്ലെങ്കിൽ അന്തർനിവാസം. യേശുവിൻ്റെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് 2 തരം പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ഒന്നാമതായി നിഷേധാത്മകമായ പ്രതികരണം. ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകം ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി. രണ്ടാമത്തേത് ഭാവാത്മകമായ പ്രതികരണമാണ്. ശിമയോൻ പത്രോസിൻ്റെ നേതൃത്വത്തിൽ 12 ശിഷ്യന്മാർ യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച് യേശുവിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നു. ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? അങ്ങയുടെ പക്കൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ട്. ഇതായിരുന്നു അവരുടെ പ്രതികരണം. യേശു വചസ്സുകൾ കേൾക്കുന്ന ശ്രോതാക്കളുടെ ഇടയിൽ ഒരു വിഭജനമുണ്ടാകുന്നു. ഈ വിഭജനത്തെയാണ് വിശുദ്ധ യോഹന്നാൻ ക്രീസിസ് അഥവാ വിധി എന്ന് ഗ്രീക്കിൽ വിശേഷിപ്പിക്കുന്നത്. യേശുവിൻ്റെ വചസ്സുകളുടെ മുന്നിൽ ശ്രോതാക്കൾ തങ്ങളെ തന്നെ വിധിക്കുകയാണ്. ചിലർ യേശുവിൻ്റെ വചനങ്ങൾ അംഗീകരിച്ചും സ്വീകരിച്ചും അവിടുത്തെ ശിഷ്യത്വത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, മറ്റു ചിലർ യേശുവിനെയും അവിടുത്തെ വചനത്തെയും വിശുദ്ധ കുർബാനയെയും തിരസ്കരിച്ച് യേശുവിനെ വിട്ടുപോകുന്നു. ഈ വിഭജനം എന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നതായി ചരിത്രം സാക്ഷിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ മുഖ്യ പ്രമേയമാണ് വിശുദ്ധ കുർബാന. യേശുവിനെ ആത്മീയമായ തലത്തിൽ വിശ്വാസത്തോടെ ഉൾക്കൊള്ളുക, അവിടുത്തെ വചനം, ദൈവിക വെളിപാട് എന്നിവ സ്വീകരിക്കുക, വിശ്വാസത്തിൻ്റെ ആഴത്തിൽ വളരുക എന്നിവ ഉത്തമ കത്തോലിക്കാ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ദൈവശാസ്ത്ര വീക്ഷണവും ഇവിടെ വ്യക്തമാക്കുന്നു. അതുവഴി വിശുദ്ധ കുർബാനയുടെ ക്രൈസ്തവ ജീവിതത്തിലെ പ്രസക്തിയും സ്ഥാനവും വളരെ വ്യക്തമാക്കുന്നു. ഈ വചനഭാഗത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ നൽകുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ ഇവയാണ്. ഒന്നാമതായി, വിശുദ്ധ യോഹന്നാൻ്റെ വീക്ഷണത്തിൽ വിശുദ്ധ കുർബാന ക്രിസ്തു രഹസ്യങ്ങളുടെ അടിസ്ഥാനവും കേന്ദ്രവുമാണ്. വിശുദ്ധ കുർബാന യേശുവിൻ്റെ മനുഷ്യാവതാരം, പരസ്യജീവിതം, കുരിശുമരണം, ഉത്ഥാനം, പരിശുദ്ധാത്മാദാനം എന്നീ രക്ഷാകര രഹസ്യങ്ങളുമായി അവഗാഢം ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം. യേശുവിൻ്റെ പീഡാനുഭവ, മരണ, ഉത്ഥാന രഹസ്യങ്ങളുടെ ഓർമ്മ ആചരണം മാത്രമല്ല, യേശുവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവുമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ ക്രിസ്തുവാണ് വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ സന്നിഹിതനാകുന്നത്. രണ്ടാമതായി, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ക്രിസ്തുവിലുള്ള സജീവ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്നത് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയണം. ക്രിസ്തുവിലുള്ള തികഞ്ഞ വിശ്വാസത്തോടെ വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ. മൂന്നാമതായി, വിശുദ്ധ കുർബാനയിൽ തിരുവചനത്തിൻ്റെ ആഘോഷവും യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ആഘോഷവും നടക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വചന ശുശ്രൂഷയും അല്ലെങ്കിൽ വചനം മുറിക്കലും അപ്പം മുറിക്കലും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ജീവൻ്റെ അപ്പമായ വചനം സ്വീകരിച്ചുകൊണ്ട് വേണം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ. നാലാമതായി,
വിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് നാം യേശുവിനെ ആത്മീയമായി ഉൾക്കൊള്ളുന്നു. കാരണം വിശുദ്ധ കുർബാന ആത്മാവിൻ്റെ ഭോജനമാണ്. അഞ്ചാമതായി, വിശുദ്ധ കുർബാനയിൽ നാം കാണുന്ന അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ഭൗതിക ശരീരങ്ങളല്ല, നേരെ മറിച്ച് ഉയർത്തെഴുന്നേറ്റ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാണ്. ആറാമതായി, വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും വെറും പ്രതീകങ്ങൾ മാത്രമല്ല, അവയിൽ ക്രിസ്തു സത്യമായും യഥാർത്ഥമായും സന്നിഹിതനാണ്. വിശുദ്ധ കുർബാനയിൽ യേശു സജീവനായി സന്നിഹിതനാണ്. ഏഴാമതായി, വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഫലങ്ങൾ നിത്യജീവൻ, യുഗാന്ത്യത്തിലെ ഉത്ഥാനം, പരസ്പരമുള്ള സഹവാസം അല്ലെങ്കിൽ അന്തർനിവാസം എന്നിവയാണ്. എട്ടാമതായി, വിശ്വാസികൾ നിരന്തരം വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നിത്യജീവൻ്റെ മാർഗത്തിൽ ചരിക്കണമെന്ന് വിശുദ്ധ യോഹന്നാൻ പ്രബോധിപ്പിക്കുന്നു. ഒൻപതാമതായി, വിശുദ്ധ കുർബാന ബലിയും വിരുന്നുമാണെന്ന് വിശുദ്ധ യോഹന്നാൻ വ്യക്തമാക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ യോഹന്നാൻ്റെ ദിവ്യകാരുണ്യ പ്രബോധനം ഉൾക്കൊണ്ട് വിശ്വാസത്തോടെ നിത്യജീവന മാർഗത്തിൽ ചരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.